അത് ഫുൾ അത്രയും സ്ട്രെങ്ത് വരുന്നുണ്ട്. നല്ല സ്ട്രെങ്ത് ഉണ്ട്. ഇത് എത്ര വർഷം കഴിഞ്ഞാലും ഇത് തുരുമ്പിച്ച് പൊട്ടില്ല. കട്ടിങ് എങ്ങനെ വരുന്നത്? സാധാരണ നമ്മുടെ കട്ടർ കൊണ്ട് ഇരുമ്പ് കട്ട് ചെയ്യുന്ന കട്ടർ കൊണ്ട്. ശരിക്കും എന്ത് FGC നമ്മൾ പ്രേക്ഷകർ അത്രയും കേട്ട് പരിചയമില്ലാത്ത ഒരു പ്രൊഡക്റ്റ് ആണ്. ഫൈബർഗ്ലാസ് കോമ്പണൻസ്. മെയിൻ ആയിട്ടുള്ള മെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ തുരുമ്പ് പിടിക്കില്ല. പ്രൈമർ വേണ്ട, പെയിന്റ് വേണ്ട. ഇത് 10 കളറിലോളം അവൈലബിൾ ആണ്. പ്രൈമറും വേണ്ട, പെയിന്റും വേണ്ട. സാധാരണ GA അല്ലെങ്കിൽ MS ഉപയോഗിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇത് കാർപോച്ചാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓടാകുമ്പോൾ കുറച്ചുകൂടെ ഹെവിയാണ്. പിന്നെ അതാണ് ഞങ്ങൾ ഇവിടെ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. റിയാക്ട് വണ്ണിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ എത്തിയിട്ടുള്ള കാലിക്കറ്റ് ആണ് കേട്ടോ. ഇവിടെ എത്താൻ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. നമ്മുടെ ഈ ഒരു മാർക്കറ്റിൽ കൺസ്ട്രക്ഷൻ ബേസ്ഡ് ആയിട്ട് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇറങ്ങുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് ബെസ്റ്റ് ആണ് എന്ന് പറയാൻ വരുന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യം എക്സ്പീരിയൻസ് ഇത് ഒരു 5-15 വർഷമൊക്കെ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് സക്സസ്ഫുൾ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇന്ന് കാലം കൊണ്ട് കുറച്ച് ഇറങ്ങിയിട്ടില്ലെങ്കിലും പക്ഷെ ബെസ്റ്റ് പ്രൊഡക്റ്റ് ആയത് ഇന്ന് ഞാൻ കാണിക്കാൻ വന്നത് FGC പ്രൊഡക്റ്റ്. അത് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. FGC എന്ന് പറയുന്നത് ഫൈബർ ഗ്ലാസ് കോമ്പോസിറ്റ് ആണ്. അത് ഏതൊക്കെ മോഡൽസിലുണ്ട്, എന്താണ് അതിന്റെ യൂസേജ് ഉള്ളതൊക്കെയാണ് ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പൊ ഇന്ന് എന്റെ കൂടെ FGC പ്രൊഡക്റ്റുകളൊക്കെ പരിചയപ്പെടുത്താറുള്ളത് നമ്മുടെ സാറാണ്. സാറിന്റെ പേരെന്താ? ഷിബു. എന്താ ബ്രാൻഡ് നെയിം? ഷൈൻസ്റ്റാറിന്റെ FGC പ്രൊഡക്റ്റുകളാണ്. ശരിക്കും എന്ത് FGC നമ്മൾ പ്രേക്ഷകർ അത്രയും കേട്ട് പരിചയമില്ലാത്ത ഒരു പ്രൊഡക്റ്റ് ആണ്. ഫൈബർഗ്ലാസ് കോമ്പോസിറ്റ് ആണ്. എന്നാൽ പ്രൊഡക്റ്റ് കൊണ്ട് ഇറങ്ങി സക്സസ്ഫുൾ ആയ പ്രൊഡക്റ്റും കൂടിയാണ് ഈ കാണുന്നത്. നമുക്ക് ശരിക്കും എന്താ ഇതിന്റെ ഒരു മെറിറ്റ്സ് എന്താണ്? മെറിറ്റ്സ് മെയിൻ ആയിട്ടുള്ള മെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ തുരുമ്പ് പിടിക്കില്ല. നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള പൈപ്പ്, ആംഗിള്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും തുരുമ്പ് പിടിച്ച് വീണ്ടും നമ്മൾ പെയിന്റ് അടിക്കണം, പ്രൈമർ അടിക്കണം, ആഫ്റ്റർ മെയിൻ്റെനൻസ് വേണം. ഇതിനത് ആവശ്യമില്ല. GI-നെയും MS-ന്റെ ഒക്കെ യൂസേജ് തന്നെയാണ് ശരിക്കും ഈ ഒരു പ്രൊഡക്റ്റിന് വരുന്നത്. ഓക്കെ, നമുക്ക് ഏതൊക്കെയാണ് പ്രൊഡക്റ്റുകൾ കാണാൻ പറ്റും. ഇവിടെയാണ് ഓരോ സാധനം. ഏതൊക്കെ പ്രൊഫൈലിലാണ് വരുന്നത്? ഇത് സ്ക്വയർ പ്രൊഫൈൽസ് ഉണ്ട്. സ്ക്വയർ പ്രൊഫൈൽ വരുന്നുണ്ട്. പിന്നെ പട്ട, അതായത് പലതരത്തിലുള്ള പട്ടകൾ വരുന്നുണ്ട്. പിന്നെ റെക്ടാംഗുലർ വരുന്നുണ്ട്. പൈപ്പുകൾ, റൗണ്ട് പൈപ്പുകൾ വരുന്നുണ്ട്. പിന്നെ സി ചാനലാണ്. നമ്മള് GI-ല് നമ്മൾ കാണുന്ന ആ ഒരു ഷേപ്സിലൊക്കെ ഈ ഒരു ആംഗിൾസ് അവൈലബിൾ ആണ്. എത്ര ലെങ്ത് ഉണ്ടാവും? ഇത് 6 മീറ്ററിന്റെ ലെങ്തിലാണ് വരുന്നത്. 6 മീറ്റർ ലെങ്ത്. തിക്നെസ് പല വേരിയന്റ് ആണ്. അതായത് 3M തൊട്ടിട്ട് എബവ് ആണ് അതിന്റെ തിക്നെസ്. 3M ഉണ്ട്, 6M ഉണ്ട്. പിന്നെ ചില ഐറ്റംസ്, ഹെവി ഐറ്റംസ് 19mm 20mm വരെ തിക്നെസ് ഉണ്ട്. അവൈലബിൾ ആണ്. നമുക്കിത് അതിനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ? GI-നെക്കാൾ സ്ട്രെങ്ത് ഉണ്ടെന്ന്? കാരണം സ്ട്രെങ്ത് മോറൽസ് ഈക്വൽ ആണ്. റേറ്റ് വൈസ് മോറൽസ് സെയിം ആണ്. അതേ തിക്നെസ്സിൽ ഇതിപ്പോ 3M ആണെങ്കിൽ ആ 3M-ന്റെ തിക്നെസ്സിൽ നമ്മൾ GI-യുടെ റേറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം സെയിം ആണ്. എനിക്ക് കുറച്ചും കൂടി ഇത് പ്രൊഡക്റ്റിന് ഞാൻ സജസ്റ്റ് ചെയ്യാൻ കാരണം തുരുമ്പെടുക്കില്ല എന്നുള്ള ക്വാളിറ്റി ഉണ്ട്. നമുക്ക് വേണ്ടത് അങ്ങനത്തെ പ്രൊഡക്റ്റ് ആണ്. ഇതിന് പ്രൈമർ വേണ്ട, പെയിന്റ് വേണ്ട. ഇത് 10 കളറിലോളം അവൈലബിൾ ആണ്. പ്രൈമറും വേണ്ട, പെയിന്റും വേണ്ട. അതെങ്ങനെയാണ് ഇപ്പൊ ഈ കളർ എന്നുള്ളത്? ഈ കളർ അതേപോലെ തന്നെ നിലനിൽക്കും. ഇത് വരുന്ന ബ്ലാക്ക് കളറാണ്. അതെ, ഇതുണ്ട്. ഇത് വേറൊരു കളറാണ്. അത് കുറച്ച് ലൈറ്റ് ഗ്രേ ആണ്. ഇതിങ്ങനെ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നത്. ഇതേപോലെ 10 കളർ നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്ക് നോർമലായിട്ട് എവിടെയൊക്കെയാണ് ഇതിന്റെ ഒരു യൂസേജ് വരുന്നത്? സാധാരണ GI അല്ലെങ്കിൽ MS ഉപയോഗിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ ഇതിനുള്ള നമുക്ക് നെറ്റ് ബോൾട്ട് അല്ലെങ്കിൽ റിബിറ്റ്, സെൽ സ്ക്രൂ അങ്ങനെയുള്ള ഐറ്റം കൊണ്ട് മാത്രമേ നമുക്ക് ജോയിൻ ചെയ്യാനും പിന്നെ ഗ്ലൂ ഉപയോഗിക്കാം. നന്നായിട്ട് നെറ്റ് ബോൾട്ട്, സെൽ സ്ക്രൂ. അതാണ് ഇപ്പൊ ഇതിന്റെ ഒരു ജോയിന്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഒരു റാക്ക് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ചെയ്തേ മെറ്റീരിയലാണ്. ഈ റാക്ക് ഫുള്ള്. അപ്പൊ അത്രയും സ്ട്രെങ്ത് ഇതിനെ നിൽക്കുന്നുണ്ട്. ഇത് മൊത്തം വരുന്ന സമയത്ത് 16 ടണ്ണോളം മെറ്റീരിയൽ ഞങ്ങൾ ഈ റാക്കിൽ ഇറക്കിയതാണ്. അത്രയും ലോഡ് ഇതിന് നിൽക്കുന്നുണ്ട് കേട്ടോ. കാരണം ഈ കണ്ട പ്രൊഡക്റ്റ് ഒക്കെ ഇവിടെ തന്നെ ഫിക്സ് ചെയ്തിരിക്കുന്നത് ഫുള്ള് നെറ്റും ബോൾട്ട് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി വരികയാണ് ഇവിടെ ഇതെന്ത് സംഭവം? ഇത് പുതിയൊരു മോഡലാണല്ലോ. ഇത് സാധാരണ TMDക്ക് പകരമായിട്ട് ഇപ്പൊ നമുക്ക് വന്നിരിക്കുന്ന ഒരു FGC മെറ്റീരിയലാണ്. അതായത് ഫുൾ ഫൈബർ ഗ്ലാസ്. കളർ വൈറ്റ് കളർ ഇതേ കളർ തന്നെയാണ്. ഗ്ലാസിന്റെ അതേ കളറാണ്. അത് മാത്രമല്ല ഇത് കൂട്ടിമുട്ടിച്ചാലും ഗ്ലാസ് തന്നെയാണ്. പൊട്ടാനുള്ള ചാൻസ് കൂടുതലല്ലേ? പൊട്ടാനുള്ള ചാൻസ് ഇല്ല. അത് ഇരുമ്പിനേക്കാളും കൂടുതൽ സ്ട്രെങ്ത് ഉള്ള സാധനമാണ്. ഏതൊക്കെ തിക്നെസ്സിലാണ് വരുന്നത്? ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 6, 8, 10 ആണ്.
ഞാൻ ഇതൊന്ന് ഓടിച്ചു നോക്കാം അപ്പൊ അറിയാം. ഓ ഇല്ല ഇത് അങ്ങനെ ഓടിയില്ല. ഇത് അത്രയും സ്ട്രെങ്ത് വരുന്നുണ്ട്. നല്ല സ്ട്രെങ്ത് ആണ്. ഓക്കെ, നമുക്ക് നോർമൽ ആയിട്ട് നമ്മള് കോൺക്രീറ്റ് സ്ലാബിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയത് കോൺക്രീറ്റ് സ്ലാബ്, മതിലുകള്, അതുപോലെ സാധാരണ എല്ലാ സ്ഥലത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കൺസ്ട്രക്ഷനിൽ യൂസ് ചെയ്യാം. എവിടെ ഇപ്പൊ ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്? നിങ്ങൾക്ക് ഇവിടുന്ന് പോയിട്ടുള്ളവർക്കൊക്കെയാണ്? ഇവിടെ നമ്മൾ സാധാരണ രീതിയിൽ ഇപ്പം പോയിരിക്കുന്നത് സ്ലാബ് പണിയുന്ന ആൾക്കാരാണ്. അതായത് തീരെ തിക്നെസ് കുറവുള്ള സ്ലാബ് പണിത് ഈ അലമാരയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാർ എടുക്കുന്നുണ്ട്. പിന്നെ ഈ വാട്ടർ ടാങ്കിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. കാരണം അവർക്ക് 365 ദിവസവും വെള്ളത്തിന്റെ, അതായത് ഹ്യൂമിഡിറ്റി ഉള്ള സ്ഥലമാണ് ഈ വാട്ടർ ടാങ്ക്. അതില് ഇത് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. കാരണം വെച്ചാൽ ഇത് എത്ര വർഷം കഴിഞ്ഞാലും ഇത് തുരുമ്പിച്ച് പൊട്ടില്ല. അതാണ് ഇതിന്റെ ഒരു ക്വാളിറ്റി വരുന്നത്. നല്ല സ്ട്രെങ്ത് വരുന്നുണ്ട്. നമുക്ക് എങ്ങനെ ഒട്ടിക്കാൻ നോക്കിയാലും കഴിയില്ല. ഇത് എങ്ങനെ സംഭവം കട്ടിങ് എങ്ങനെ വരുന്നത്? സാധാരണ നമ്മുടെ കട്ടർ കൊണ്ട് ഇരുമ്പ് കട്ട് ചെയ്യുന്ന കട്ടർ കൊണ്ട് കട്ട് ചെയ്യാം. നമുക്ക് കോസ്റ്റ് ബേസിൽ വരാണെന്നല്ലോ, കോസ്റ്റ് കൂടുതൽ. അതായത് TMD ബാറിനേക്കാളും കോസ്റ്റ് കുറവാണ്. ഇതിനുള്ള ഡിഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് വളയ്ക്കാൻ ഉപയോഗിക്കാം. നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. വളച്ച് ഉപയോഗിക്കാൻ പറ്റില്ല. അത് നമ്മൾ കമ്പനിയിൽ നിന്ന് തന്നെ വളച്ച് നമുക്ക് കിട്ടണം. അത് പെട്ടെന്ന് അവൈലബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് നമ്മൾ വളയ്ക്കുന്ന സ്ഥലങ്ങളിൽ കംപ്ലീറ്റ് സാധാരണ TMD ബാർ ഉപയോഗിച്ച് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള കംപ്ലീറ്റ് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ വെയിറ്റ് ഓഫ് ദി ബിൽഡിംഗ് അത് കുറയ്ക്കാൻ പറ്റും. നമുക്ക് നല്ലൊരു ഹെവി ലോഡൊക്കെ വരുന്നത് റീൻഫോഴ്സ്മെന്റ് ബാറിന് അത്യാവശ്യം നല്ല ഹെവി വെയിറ്റ് വരും. ആ ഒരു സ്ഥലങ്ങളൊക്കെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആവും. ഓക്കെ, ഇനി നമുക്ക് ഇത് തന്നെ ചെയ്ത മോഡൽസ് ഇവിടെ ഉണ്ടോ? ഉണ്ട്. കസേരയാണ് വളരെ വെയിറ്റ് കുറവുള്ള ഒരു കസേര. നമുക്ക് എനിക്കാണ് വീടുകളിലൊക്കെ ലാൻഡ്സ്കേപ്പിലൊക്കെ ഇതുപോലെ ഓരോ മോഡൽസ് ഉണ്ടാക്കി വെക്കാം. ഓപ്പൺ ഏരിയയിലൊക്കെ വളരെ യൂസ്ഫുൾ ആണ്. ഗേറ്റിന് യൂസ് ചെയ്യുന്നുണ്ടോ? ഗേറ്റിന് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു കസ്റ്റമർ ഞങ്ങളുടെ നിന്ന് എടുത്തിട്ട് പോയത് ഗേറ്റിന് വേണ്ടിയിട്ടാണ്. ഇതിലിപ്പോ ഏതൊക്കെ പ്രൊഫൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത്? ഇതില് ആംഗിളും പട്ടയും മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആംഗിളും പട്ടയും മാത്രം. സ്ക്രൂ ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? ഇത് സെൽഫ് സ്ക്രൂ ആണ്. ഈ സെന്ററിൽ മാത്രം നെറ്റ് ബോൾട്ടാണ്. ഇത് മാത്രം നെറ്റ് ബോൾട്ടും ബാക്കിയുള്ളതെല്ലാം സെൽഫ് സ്ക്രൂ ആണ് ഉപയോഗിച്ചത്. നമുക്ക് എന്തെങ്കിലും മോഡൽ കാണിച്ചു തരാണ്ടോ ഈ ഒരു പ്രൊഡക്റ്റ് വെച്ച് ഉണ്ടാക്കിയത്? ഈ മോഡലും കൊണ്ട് ഇപ്പൊ അടുത്തൊരു വീട്ടിൽ തന്നെ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു വീട്ടിൽ നമ്മളൊരു കാർ ഷെഡ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. നമുക്ക് അവിടെ പോയി കാണാവുന്നതാണ്. നമുക്ക് അതും കൂടി ഒന്ന് കണ്ടാൽ എന്നാൽ കുറച്ചുകൂടി സ്ട്രെങ്ത് അറിയാലോ. ഹലോ, അപ്പൊ നമ്മളിപ്പോ ഉള്ളത് കാലിക്കറ്റ് തന്നെയാണ്. കാലിക്കറ്റോടെ വർക്ക് നടക്കുന്ന സൈറ്റിലാണ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട ഒരു FGC പ്രൊഫൈൽ കൊണ്ടാണ് ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് കാണാം. ഇത് കാർപോച്ചാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ സ്ട്രക്ചറാണ് പ്രൊഫൈൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്? ഇത് FGCയുടെ എല്ലാ പ്രൊഫൈൽസും ഏകദേശം ഇതില് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സ്ക്വയർ പേപ്പർ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ലെഗ്സ് ആയിട്ട് കൊടുത്തുള്ള സ്ക്വയർ ട്യൂബ്സ് ആണ്. ഇത് ബാലൻസ് എല്ലാം റെക്ടാംഗുലർ ട്യൂബ്സ് ആണ്. കൊടുത്തിട്ടുള്ളത് അതെല്ലാം ഏകദേശം ആ ഒരു വർക്ക് ഇങ്ങനെ ഇനി മുകളിൽ ഓട് വെക്കാനൊക്കെ ഉണ്ട്. മുകളിൽ ഓട് വെക്കാനൊക്കെ ഉണ്ട്. എങ്ങനെ ഇതിന്റെ ഫിക്സിംഗ് ഒക്കെ വരുന്നത്? ഫിക്സിംഗ് എല്ലാം നെറ്റ് ബോൾട്ട് തന്നെയാണ്. ഓക്കേ, എല്ലാ ഭാഗത്തും ജോയിന്റ്സ് ആയിട്ട് കൊടുക്കണമെന്നില്ല. സപ്പോർട്ടിംഗ് ആയിട്ട് വരുന്ന ഇല്ല, ജോയിന്റ്സ് ആയിട്ട് കൊടുക്കുന്നില്ല. പക്ഷെ ഇതിന്റെ തന്നെ പാർട്സ് കൊണ്ട് തന്നെ നമുക്ക് ഇത് ജോയിൻ ചെയ്ത് ഫിറ്റ് ചെയ്യാവുന്നതാണ്. സ്ക്രൂ ഇറക്കണോ? നെറ്റ് ബോൾട്ടും ചെയ്യാൻ വേണ്ടി നെറ്റ് ബോൾട്ട് ചെയ്യാം, അല്ലെങ്കിൽ സെൽഫ് സ്ക്രൂ അടിക്കാം. അതുപോലെ തന്നെ റിബിറ്റ് നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം. ഇത് കട്ടിങ് എങ്ങനെ വരാം? നോർമൽ സാധാ കട്ടർ കൊണ്ട് നമുക്ക് കട്ട് ചെയ്യാവുന്നേ. എങ്ങനെ ഇതിന്റെ ഒരു സ്ട്രെങ്ത് വരുന്നത്? നമ്മൾ ആ ഒരു സ്റ്റീലും GI ഒക്കെ ഉപയോഗിക്കണം, ആ ഒരു സ്ട്രെങ്ത് ഇതിന് കിട്ടുന്നുണ്ടോ? ഏകദേശം സ്റ്റീലിന്റെ അടുത്ത് തന്നെയുള്ള സ്ട്രെങ്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റിന് വരുന്നുണ്ട്. ഇതില് മേലെ കയറി ഇരുന്ന് വർക്കേഴ്സ് പണിയുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. വർക്ക് നടന്നോളൂ. വർക്കേഴ്സ് ഇവിടെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് വീഡിയോ എടുക്കുന്നതുകൊണ്ട് അവരെ മാറ്റി നിർത്തിക്കാണ്. എങ്ങനെയാണ് ഇതിന് മുകളിൽ ഓട് വെക്കണമെന്ന് കാണിച്ചു തരുമോ? ഇതിന് മുകളിൽ ഇപ്പൊ ഓടിന് പകരം നമുക്ക് ഷീറ്റ് ഉപയോഗിക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഷീറ്റ് ഉപയോഗിക്കാം. ഓടാകുമ്പോൾ കുറച്ചുകൂടെ ഹെവി ആണ്. പിന്നെ അതാണ് ഞങ്ങൾ ഇവിടെ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ്. എത്ര ലോഡും താങ്ങാൻ പറ്റും ഇതിന്? താങ്ങാൻ പറ്റും. ഇപ്പൊ ഇതാ ഓട് വെച്ചോണ്ടിരിക്കാണ് ഇവിടെ. ഇത് നമുക്ക് നോർമൽ ആയിട്ട് ലെഗ്സ് ഒക്കെ എങ്ങനെ സപ്പോർട്ടിംഗ് ആയിട്ട് വരുന്നത്? താഴെ നമ്മൾ എന്താ കൊടുക്കുക? കോൺക്രീറ്റ് തന്നെയാണോ? ഇത് കോൺക്രീറ്റിൽ കൊടുക്കാം. പിന്നെ ഇതേപോലെ ബുഷുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇതും
FGC പ്രോഡക്റ്റ് തന്നെയാണ്. FGC പ്രോഡക്റ്റ് തന്നെയാണ്. FGC പറഞ്ഞാൽ നമ്മളത്തെ ഫൈബർ ഗ്ലാസ് കോമ്പോസിറ്റ് ആണ്. ആക്ച്വലി ഇത് നമ്മളെ മെറ്റൽസ് ഒന്നും ആഡ് ചെയ്യണില്ല, ഒരു മെറ്റൽസും വരുന്നില്ല. അപ്പൊ നമ്മൾ ഈ ഒരു കൊറോഷൻ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ടോ? ഇല്ല, 0% ആണ്. 0% ഇത് നമ്മുടെ കടലോര മേഖലകളിലും അതുപോലെ മലയോര മേഖലകളിലും ഹ്യൂമിഡിറ്റി കൂടുതലുള്ള മലയോര മേഖലകളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റമാണ്. കാരണം ഇതിന് ആഫ്റ്റർ മെയിൻ്റനൻസ് ഇല്ല. അതായത് നമുക്ക് ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് പെയിന്റ് അടിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പെയിന്റ് അടിക്കേണ്ട ആവശ്യമില്ല. ഇത് നോർമൽ ഇതിനുള്ള വരുന്ന കളർ തന്നെയാണ്. പ്രൈമറോ പെയിന്റിങ്ങോ ഇതൊന്നും ആവശ്യമില്ല. വേറെ ഏതൊക്കെ കളറിലുണ്ട്? ഇത് 10 കളറോളം വരുന്നുണ്ട്. ഞങ്ങളിപ്പോ ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ആയിട്ട് നമ്മൾ ബ്ലാക്ക് കളർ മാത്രമേ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് കാർപോച്ചായി. ഇനി വേറെ എന്തൊക്കെ നമുക്ക് ഉണ്ടാക്കാം ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട്? എന്ത് നമ്മൾ ഇരുമ്പും കൊണ്ട് എന്തുണ്ടാക്കും, GI കൊണ്ട് എന്തുണ്ടാക്കുന്നോ അതൊക്കെ നമുക്ക് ഇതേ മെറ്റീരിയൽ ഉപയോഗിക്കാൻ പറ്റും. ഗേറ്റ് വളരെ സിമ്പിൾ ആണ്. കാരണം വെയിറ്റ്ലെസ് ഗേറ്റ് ആയിരിക്കും. കാരണം ഇത് GIയുടെ അല്ലെങ്കിൽ ഇരുമ്പിന്റെ 4 വെയിറ്റ് മാത്രമേ വരുള്ളൂ. വെയിറ്റ് കുറവാണ്. ഓക്കെ, നമ്മുടെ കൂടെ ഉള്ളത് രാജീവ് സാർ ആണ് കേട്ടോ. രാജീവ് സാർ കാലിക്കറ്റിന്റെ തന്നെ ഫാബ്രിക്കേഷന്റെ MD ആണ് വരുന്നത്. നിങ്ങളുടെ ഷോപ്പ് വരുന്നത് ഇവിടെ തന്നെയാണ് വരുന്നത്. ഏകദേശം ഒരു 900-ഓളം ആൾക്കാർ ഉൾപ്പെടുന്ന ഒരു കോഴിക്കോട് ജില്ലയിലെ ഫാബ്രിക്കേറ്റേഴ്സിന്റെ ഒരു കൂട്ടായ്മയാണ്. അതിലാണ് ഞങ്ങൾ കിഫ്കോൺ, കേരള അയൺ ഫാബ്രിക്കേറ്റേഴ്സ് കൺസ്ട്രക്ഷൻ കമ്പനി. പുതിയൊരു പ്രോഡക്ട്സ് എന്നുള്ള എനിക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് അറിയണമെന്നുള്ള എനിക്കാണ് ഞാൻ കണക്ട് ചെയ്തത്. എനിക്ക് ഈ ഒരു പ്രൊഡക്ട്സ് കാരണം ഫീച്ചറിന്റെ ഒരു പ്രോഡക്ട്സ് തന്നെയാണ് നമുക്കറിയാം. ഇത് എങ്ങനെ നമുക്ക് ആൾക്കാരിലേക്ക് ഇവരെ കൺവിൻസ് ചെയ്യാൻ പറ്റും, എങ്ങനെയായിരിക്കും പിന്നെ ഈ ഒരു പ്രൊഡക്ട്സിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒന്ന് വിശദീകരിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാറിന് അതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. സാറിനെയാണ് മെയിൻ ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത് എങ്ങനെയാണ് ഇത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ തന്നെ പാർട്സ് കൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ട് നെട്ടും ബോൾട്ടും ഉപയോഗിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം ഇതിപ്പോ നിങ്ങൾക്ക് കാണാവുന്നതല്ലേ, ഈ പാർട്സ് കൊണ്ട് തന്നെ ഇത് ഉപയോഗിച്ചിരിക്കും കംപ്ലീറ്റ്. എല്ലാം വേറൊരു ജോയിന്റോ കാര്യങ്ങളോ ഇല്ല. പശയൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഇല്ല, ഇതിൽ പശ ഉപയോഗിക്കാം. ഫിക്സ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഫ്ലെക്സ് ബോണ്ട് പോലെയുള്ള പശകൾ ഇതിൽ നന്നായിട്ട് പിടിക്കുന്നുണ്ട്. പിന്നെ ഇതില് നമുക്ക് നെറ്റ് ബോൾട്ട് ഉപയോഗിക്കാം, സെൽ സ്ക്രൂ ഉപയോഗിക്കാം, പിന്നെ റിബിറ്റ് ഉപയോഗിക്കാം, പിന്നെ ഇതേപോലെ തന്നെ പശ ഉപയോഗിക്കാം. ഏതൊരു കാലാവസ്ഥയും ശരിക്കും നമ്മുടെ ഈ ഏരിയ നോക്കുന്ന സമയത്ത് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും കടലോര മേഖലയാണ്. ശരിക്കും അവിടെ ശരിക്കും യൂസ്ഫുൾ ആവുന്ന ഒരു പ്രോഡക്റ്റ് ആണെന്നുള്ള എനിക്ക് നമുക്ക് അതോടൊപ്പം നമുക്ക് ഇതിൽ ആകെ വരുന്ന ഒരു സംഭവം നമുക്കറിയാം. ഇപ്പൊ ഇതിന്റെ ഈ കളർ ബ്ലാക്ക് കളറിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതിനെ ഒരു കളർഫുൾ ആക്കാൻ വേണ്ടി നമുക്ക് വുഡൻ ടച്ചിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പെയിന്റ് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? നമുക്ക് ഇതിൽ സാധാരണ പെയിന്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഞങ്ങളിവിടെ സ്പ്രേ പെയിന്റ് അടിച്ചു നോക്കിയതാണ്. അത് ഉപയോഗിക്കാം. അത് മാത്രമല്ല ഇതിൽ 10 കളറോളം അവൈലബിൾ ആണ്. നമ്മളിപ്പോ ഡയറക്റ്റ് പല കളേഴ്സും വരുന്നുണ്ട്. നമ്മളിപ്പോ സ്റ്റാർട്ടിങ്ങിന് വേണ്ടി മാത്രമാണ് ഈ ഡാർക്ക് ഗ്രേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവൈലബിൾ ആണ്. നമുക്ക് ആവശ്യമുള്ള കളർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധനം കിട്ടും. മെറ്റൽ പാർട്ടിൽ വരുന്ന സമയത്ത് ദ്രവിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. GI ആയാലും GP ആയാലും ഒക്കെ തന്നെ പെട്ടെന്ന് ഒരു നായയൊക്കെ വളർത്തുന്ന പട്ടിക്കൂടൊക്കെ ശരിക്കും എന്താണ് പെട്ടെന്ന് അടിഭാഗം ദ്രവിച്ചു പോകുന്ന ഒരു പ്രശ്നം. അപ്പൊ അതിന് ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളായിരിക്കും. അതുപോലെ ആട്ടിൻകൂട്. അതായത് തമിഴ്നാട്ടില് ഈ സാധനം ഞങ്ങൾ ഏറ്റവും നന്നായിട്ട് സെയിൽ ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പൊ ആട്ടിൻകൂടിന് വേണ്ടിയിട്ടാണ്. പിന്നെ കടലോര മേഖലകളിലാണെങ്കിൽ നമുക്ക് ഈ ഉപ്പിന്റെ കാറ്റ് അത് എല്ലാ വർഷവും എന്ന പോലെ GI ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്തോണ്ടിരിക്കണം. ഇതിന് കളർ ഫെയ്ഡ് ആവുന്ന എന്തെങ്കിലും ഇല്ല, ഇതുവരെയായിട്ടും അങ്ങനെ ഒരു റിപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അത് മാത്രമല്ല കമ്പനിക്കാർ തന്നെ പറയുന്നത് 15 to 20 years നോ പ്രോബ്ലം എന്നാണ് ഇത്. ഇന്ത്യയിൽ എത്രമാത്രം ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിൽ നമുക്ക് ആദ്യമാണെങ്കിൽ തന്നെ ഇത് ഈ ഗുജറാത്ത് മേഖലകളിൽ അതുപോലെ ബോംബെ, ഡൽഹി അങ്ങനെയുള്ള വലിയ ഇൻക്ലൂഡിങ് ബാംഗ്ലൂർ ആൾസോ, ഇങ്ങനെയും വലിയ സിറ്റികളിലൊക്കെ നന്നായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഗുജറാത്ത് ഗവൺമെന്റ് അവിടെയുള്ള ട്രാൻസ്ഫോമർ എല്ലാം തന്നെ മാൻഡേറ്ററി ഈ മെറ്റീരിയലാക്കി. ഇതിൽ ഇലക്ട്രിസിറ്റി ഇത് പാസ് ചെയ്യില്ല. പിന്നെ റെസ്റ്റ് ഫ്രീ ആണ്. അതുകൊണ്ട് അവർക്കത് എപ്പോഴും മെയിൻ ആയിട്ട് അടങ്ങിയിട്ടുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് എന്താണ് ഈ ഒരു പ്രൊഡക്റ്റില്? ഫൈബർ ഗ്ലാസ് ആണ്. ഫൈബർ ഗ്ലാസ് ആൻഡ് റെക്സിൻ. തിക്നെസ് ഏത് ലെവൽ വരെയാണ് ഇതിന്റെ? തിക്നെസ് നമുക്ക് 6 mm വരെ വരുന്നുണ്ട്. പിന്നെ ചില ഐറ്റം 19 mm വരെ വരുന്നുണ്ട്. അതായത് ഇതിന്റെ ഷീറ്റും അവൈലബിൾ ആണ്. ഫ്ലാറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ലഭ്യമാണ്. ഫ്ലാറ്റ് ആയിട്ടുള്ളത് ആംഗ്ലയർ ലഭ്യമാണ്.
സ്ക്വയർ പൈപ്പ് ലഭ്യമാണ്, ചാനൽസ് മോഡൽ ഇതെല്ലാം പൈപ്പ് മോഡൽ. പിന്നെ ഇതുപോലെ തന്നെ ഇത് TMD, അതായത് റീബാർ, കോൺക്രീറ്റിന് ഉപയോഗിക്കുന്ന റീബാർ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാൾ സംസാരിച്ചപ്പോൾ ഇങ്ങനെ സംഭവം പറഞ്ഞപ്പോൾ ആള് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയാൻ പറ്റും. ഓക്കെ, തീർച്ചയായിട്ടും റീയൂസ് ചെയ്യാൻ പറ്റുന്നത്. അത് കോൺക്രീറ്റ് പൊട്ടിച്ചാലും നമുക്ക് പിന്നെ കോൺക്രീറ്റിലുള്ള മിക്സിംഗ് എങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽസ്? സാധാരണ കോൺക്രീറ്റ് മിക്സിംഗ്. അതെ, അല്ല മിക്സിംഗിലല്ല, അതുമായിട്ട് അതിന്റെ ഇതുണ്ടല്ലോ, അതിലുള്ള ബൗണ്ടിങ് നല്ല ബൗണ്ടിങ് സ്ട്രോങ് ആയിട്ട് ചെയ്തിട്ടുണ്ടോ? നമ്മുടെ കേരളത്തിൽ നമ്മൾ ചെയ്തിട്ടില്ല, പക്ഷെ ഈ സെൻട്രൽ ഗവൺമെന്റ് അവരുടെ NHകളിലൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി, റോഡ് വർക്കിനൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അതിന്റെ ടെസ്റ്റ് റിപ്പോർട്ടുകളെല്ലാം നമ്മുടെ അതിന്റെ ടെസ്റ്റ് റിപ്പോർട്ടുകളെല്ലാം നമുക്ക് എങ്ങനെ എത്താൻ പറ്റുന്ന ഒരു രീതി എന്താണെന്നുള്ളത് നമ്മൾ മെയിനായിട്ട് ഏത് പ്രൊഡക്റ്റ് വന്നു കഴിഞ്ഞാല് അതിന് എന്തെങ്കിലും ഒരു ഫോൾട്ട് ഉണ്ടാവും. ഇത് പറഞ്ഞാൽ തുരുമ്പ് പിടിക്കുക, അല്ലെങ്കിൽ സ്ട്രെങ്ത് കമ്മി. അല്ല, അതൊക്കെ തന്നെ ഇവിടെ നമ്മൾ ഇതിനെ ഏറ്റവും വലിയ നമുക്ക് ചാലഞ്ച് വരുന്ന ഒരു ഫാബ്രിക്കേറ്റർ എന്നുള്ള എനിക്ക് നമ്മളൊരു വീട്ടിൽ പോകുന്ന സമയത്ത് ആളുകൾ ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രയാസം എന്ന് പറഞ്ഞാൽ ദ്രവിച്ചു പോകുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ കുറെ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നത്തെ അതിജീവിക്കാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക്. പിന്നെ നമ്മൾ പ്രൈസ് റേറ്റ് നോക്കുന്ന സമയത്താണ് പ്രൈസിൽ നമുക്ക് എന്തുമാത്രം കോംപ്രമൈസ് ചെയ്യാൻ പറ്റും. അവിടെയാണ് നമുക്ക് ഇന്ന് നമ്മൾ ചാലഞ്ച് ചെയ്യുന്ന ഒരു ഏരിയ അതാണ് പ്രൈസിങ്. അപ്പൊ പ്രൈസിങ്ങിനെ എങ്ങനെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. ആ പ്രൈസും ഇതുമായിട്ട് ഒന്ന് കമ്പയർ, കാരണം ആ മെറ്റീരിയലിന്റെ കോസ്റ്റ് ആയിരിക്കാം മേ ബി. എന്നാലും ലേബർ വർക്കും എങ്ങനെയാ വരുന്നത്? അതായത് നമ്മളൊരു GIയിൽ വർക്ക് ചെയ്യുന്നതിന്റെ ഏകദേശം അത്ര തന്നെ വരുന്നുള്ളൂ. ഇത് ജസ്റ്റ് ഇപ്പൊ ഒരു ദിവസം കൊണ്ട് ഒരു ഏകദേശം സെറ്റ് ചെയ്തതാണ്. കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാൻ പറ്റും. ഇത് കേരളത്തിൽ ഇപ്പൊ എല്ലാ ഭാഗത്തും വരുന്നുണ്ടോ? കേരളത്തിൽ മാത്രമല്ല, ഞങ്ങൾക്ക് ഏകദേശം സൗത്ത് ഇന്ത്യ, ഞങ്ങൾക്ക് 15 ബ്രാഞ്ചുണ്ട്. സൗത്ത് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഞങ്ങൾക്ക് ഇത് അവൈലബിൾ ആക്കാം, കുഴപ്പമില്ല. എങ്ങനെ നിങ്ങൾ അയച്ചു കൊടുക്കാണോ അതോ ഷോപ്പിൽ വന്നിട്ട്? അല്ല, ഞങ്ങൾ ഷോപ്പുകളിലേക്ക് അയച്ചു കൊടുക്കും. ത്രൂ ഡീലർ ആയിരിക്കും ഞങ്ങളുടെ എപ്പോഴും സപ്ലൈ. എല്ലാ ഭാഗത്തും ഡീലേഴ്സ് വരുന്നു. എല്ലാ ഭാഗത്തും ഡീലേഴ്സ് ഉണ്ട്. അപ്പൊ ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. നമ്മുടെ ഇതിന്റെ ഈ എൻഡ് ഭാഗം ഇവിടെ നമ്മൾ ക്ലോസിംഗിന് വേണ്ടി നമുക്ക് ഇതാ സർ ഇവിടെ കൊടുത്തിട്ടുള്ളത് എക്സാക്ട്ലി ഇതാ. ഇത് സെപ്പറേറ്റ് കൊടുത്തതല്ലാണ്. അത്രേ ഉള്ളൂ. നന്നായിട്ട് ഇത് ചെയ്യും. നമുക്കിത് അങ്ങനെ എടുക്കാനൊന്നും പറ്റൊന്നുമില്ല. നല്ല സ്ട്രോങ് ആയിട്ട് പോകും. ഏതാണ് ഗ്ലൂ ഉപയോഗിക്കുന്നത്? ഫ്ലെക്സ് ബോണ്ട് ഉപയോഗിക്കുന്നത്. ഫ്ലെക്സ് ബോണ്ട് സ്ട്രോങ് ആയിരിക്കുമല്ലോ. പിന്നെ ഇതിന്റെ റബ്ബർ പാർട്സുകൾ വരുന്നുണ്ട്. അപ്പോൾ ഒരു പുതിയൊരു പ്രൊഡക്റ്റ് എന്നുള്ള നിലക്ക് നമ്മൾ പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. FGC പ്രൊഫൈൽസുകളാണ്. അത് തന്നെ ഒരുപാട് ചാനൽസും പ്രൊഫൈലായിട്ട് വരുന്നുണ്ട്. നമ്മൾ ഷോപ്പിൽ വെച്ച് കാണിച്ചു തന്നു. എന്തുകൊണ്ടും നമ്മുടെ GIയും അതുപോലെ തന്നെ MS യൂസ് ചെയ്യുന്ന അതേ ഒരു മെറ്റീരിയലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രൊഡക്റ്റിന് യൂസ് ചെയ്യാന്നുള്ളതാണ് ഇപ്പം നമ്മൾ അറിഞ്ഞത്. കാരണം അത്രയും സ്ട്രോങ് ഉണ്ട്, ലൈറ്റ് വെയിറ്റ് ആണ്, അതുതന്നെ തുരുമ്പെടുക്കില്ല എന്നുള്ള അതിന് മെയിൻ ആയിട്ടുള്ളൊരു ബെനിഫിറ്റ് നമുക്ക് പറയാൻ പറ്റും. കാരണം ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഫൈബർ ഗ്ലാസും റെസിനും കൂടിയും ആഡ് ചെയ്തിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് ആ ഒരു തുരുമ്പെടുക്കുന്ന പ്രോസസ്സിൽ വരുന്നേ ഇല്ല. നമുക്ക് ഏതൊരു കാലത്തും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് ഈ ഒരു FGC പ്രൊഫൈൽസ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഏത് ഭാഗത്തും ഇപ്പോൾ ഓരോ അതുപോലെ തന്നെ കടൽ തീരത്തുള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് ഹൈറ്റുള്ള ഏരിയ ആണ്, ഏത് ഭാഗത്തും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു FGC പ്രൊഫൈൽസ്. സോ ഇവരുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് നേരിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാം. എല്ലാ ഭാഗത്തും നിങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അതിന്റെ കളർ ചേഞ്ച് ആണ്, അതും ഇവരുടെ ഓപ്ഷൻസ് ആണ്. നിങ്ങൾ മുകളിൽ എന്താണ് പെയിന്റോ അല്ലെങ്കിൽ പ്രൈമറോ അടിക്കേണ്ട ഒരു ആവശ്യം ഈ ഒരു പ്രൊഡക്റ്റിന് വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള നല്ല പുതിയ പുതിയ പ്രൊഡക്റ്റുകളും നമ്മുടെ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.